തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണസമിതി അനധികൃത നിയമനം നടത്തുന്നെന്ന് ആരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. രാവിലെ നഗരസഭാ യോഗത്തിൽ BJP LDF കൗൺസിലർമാർ തമ്മിൽ ഇതേ വിഷയത്തിൽ കയ്യാങ്കളി വരെ നടന്നിരുന്നു. നാടകീയ രംഗങ്ങൾക്കിടയിലാണ് നിയമന ബില്ല് മേയർ ആര്യ രാജേന്ദ്രൻ പാസാക്കിയത്. രാത്രിയിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, നഗരസഭയിൽ നടന്ന കയ്യാങ്കളി അത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള തർക്കമാണ്. സമാനമായ ആവശ്യം ഉന്നയിച്ച് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുകയാണോ? പൂജ, അല്പസമയം മുൻപാണ് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തിയത്. നേരത്തെ നമ്മൾ കണ്ട സമരത്തിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന്റെ ഇടയിൽ 56 പേരുടെ അനധികൃത നിയമനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ BJP ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തിയത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ യുവമോർച്ച ഉന്നയിക്കുന്നത്. കാരണം ഈ 56 പേരുടെ പട്ടിക, ഈ 56 പേരുടെ പട്ടികയിൽ തിരുവനന്തപുരത്ത് നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള കവിത എന്ന് പറയുന്ന കഴക്കൂട്ടത്തു നിന്നുള്ള കൗൺസിലർ ഉൾപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ CPM-ന്റെ തന്നെ അനുഭാവികളാണ് ഈ 56 പേരും എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. പക്ഷേ CPM നൽകുന്ന വിശദീകരണം, പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയർ PK രാജുമൊക്കെ പറയുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ 56 പേരുടെ നിയമനം എന്ന് പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമനം നടത്തിയിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ കവിത അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കവിത ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ മേയർ ഈ കൗൺസിലർ സ്ഥാനം ഒഴിയണം, അല്ല എന്നുണ്ടെങ്കിൽ കൗൺസിലർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ജോലിയിൽ പ്രവേശിക്കാവൂ എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് രാവിലെ BJP ഉയർത്തിയത്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ മുന്നിൽ ഈ രാത്രിയും കാണുന്നത്. യുവമോർച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായി എത്തിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ പോലീസുമായി ഉന്തുതള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രവർത്തകർ ഈ മതിൽ ഗേറ്റിൽ ചാടിക്കടന്ന് അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ മേയറുടെ കോലം കത്തിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂജ, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിൽ യോഗത്തിലെ വലിയ തർക്കം നമ്മൾ കണ്ടതാണ്. BJP കൗൺസിലർമാർ ഉന്നയിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണസമിതി അനധികൃത നിയമനം നടത്തുന്നു എന്നാണ്. അതിന്റെ പേരിലാണ് വലിയ രീതിയിലുള്ള കയ്യാങ്കളി ഇന്ന് നഗരസഭയിൽ നടന്നത്. അതിനിടയിലും മേയർ ആര്യ രാജേന്ദ്രൻ ബില്ല് പാസാക്കി. പക്ഷേ നമ്മൾ ഒരു സൈഡിൽ കാണുന്നത് ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്ന കയ്യാങ്കളിയാണ്. അതേ രീതിയിൽ തന്നെ അതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. മാർച്ച് വന്നപ്പോൾ തന്നെ പോലീസ് തടയുന്നുണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ജിബിൻ JB തുടരുന്നുണ്ട്. ജിബിൻ, ഇതിപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഗുരുതരമായ കാര്യങ്ങൾ BJP കൗൺസിലർമാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനിയുള്ള നിമിഷത്തിലും മണിക്കൂറുകളിലും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണോ തീരുമാനം? പൂജ, അത് തന്നെയാണ്. കാരണം ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു പറയുന്ന വിഷയത്തിൽ, അതായത് ഈ 56 പേരുടെ നിയമനം എന്ന് പറയുന്നത് BJP ആരോപിക്കുന്നത് 56 പേരും CPM അനുഭാവികളാണ്, കൗൺസിലർമാർ ഇപ്പോൾ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ CPM പറയുന്നത് ഈ നിയമനങ്ങളെല്ലാം, ഈ 56 പേരുടെ നിയമനവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടക്കുന്ന നിയമനമാണ്. അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ്. 56 പേരുടെ പട്ടിക തന്നത് അത് തങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി CPM ആരോപിക്കുന്നുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് BJP കൗൺസിലറായിട്ടുള്ള ആശാനാഥിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ആശാനാഥ് മാത്രമല്ല മറ്റ് ചില BJP കൗൺസിലർമാർക്ക് നേരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ഇത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം BJP ഉന്നയിക്കുന്നതെന്നാണ് CPM അതിനെ പ്രതികൂലിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷിയായിക്കൊണ്ടിരിക്കുക. കാരണം ഉച്ചയ്ക്ക് ശേഷം ഡയസിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ ഡയസിൽ പോലും കയറുന്നതിന് വലിയ രീതിയിലുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. BJP-യുടെയും
CPM-ന്റെ കൗൺസിലർമാർ തമ്മിൽ കയ്യങ്കളി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഡയസിലേക്ക് എത്തുന്നതിന് വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ പോലീസിന്റെ സഹായം തേടിയത്. പോലീസിന്റെ സഹായത്തോടുകൂടി മേയർ ആര്യ രാജേന്ദ്രൻ 86 പേരുടെ പട്ടിക ഉൾപ്പെടുന്ന ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി ഡയസിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ പോലും ആ ബില്ല് പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന ഡയസിന് സമീപത്തുണ്ടായിരുന്ന കോർപ്പറേഷൻ അകത്തളത്തിൽ ഉണ്ടായിരുന്ന കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ സമയത്ത് ഉണ്ടാക്കിയെങ്കിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ അതിലേക്ക് തിരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനം മാത്രം എടുത്തുകൊണ്ട് അവർ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും ബില്ല് പാസ്സാക്കാൻ സാധിച്ചു എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ഈ ഇത്രയും പേരുടെ നിയമനം അനധികൃതമാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ? കാരണം 56 പേര് അവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള രേഖകൾ മുന്നിലേക്ക് വെച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ അത് LDF-ന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ടോ? അതിന് പകരമായിട്ട് ഇപ്പോൾ ഈ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു BJP കൗൺസിലർമാർക്കെതിരെ, ആ കാര്യം മാത്രമാണ് ഒരു മറുപടി എന്ന രീതിയിൽ LDF പറയുന്നത്. പൂജ, പക്ഷേ ഇത്തരത്തിൽ അതായത് ഈ CPM പറയുന്ന കാര്യം, പ്രത്യേകിച്ച് LDF ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ 56 പേരുടെ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ 56 പേരെ നിയമിച്ചത്. അതിനുള്ള പട്ടിക പുറത്തുവിട്ടത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരെല്ലാം ഇന്റർവ്യൂവും അതുപോലെ തന്നെ പരീക്ഷയും പാസ്സായവരാണ്. അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തിയവരാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് ഇത്തരത്തിൽ പരീക്ഷയും അഭിമുഖമൊക്കെ നടത്തിയത്. തങ്ങൾക്ക് അതിൽ റോളില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, സമാന രീതിയിൽ 156 പേരുടെ പട്ടിക ഇതിനു മുമ്പ് വന്നിരുന്നു. ആ സമയത്തൊന്നും തന്നെ BJP ഇത്തരത്തിലൊരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അറിയിച്ചില്ല. അന്ന് BJP-യും ഇത്തരത്തിൽ ഈ നിയമനങ്ങളെ കൂട്ടുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 56 പേരുടെ നിയമനത്തിൽ മാത്രം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തുന്നതെന്ന് തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ BJP കൗൺസിലർമാർക്കെതിരെ BJP കൗൺസിലർമാർക്കെതിരെ ഇത്തരത്തിൽ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ BJP ഇപ്പോൾ തങ്ങൾക്കെതിരെ അഴിമതി ആരോപണവുമായി അല്ലെങ്കിൽ ഈ അനധികൃത നിയമനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നാണ് CPM അതിനെ എതിർത്തുകൊണ്ട് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും ഹാജരാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഡെപ്യൂട്ടി മേയർ PK രാജു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് എന്തായാലും ആ രീതിയിലുള്ള മറുപടി LDF-ന്റെ ഭാഗത്തു നിന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണസമിതി അനധികൃത നിയമനം നടത്തുന്നു എന്ന് ആരോപിച്ചാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. കൗൺസിൽ യോഗത്തിൽ വലിയ ബഹളമായിരുന്നു, കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധവും കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർച്ചിൽ വലിയ രീതിയിൽ സംഘർഷവും ഉണ്ടായി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.